നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയിൽ നിന്ന് ഒരു വലിയ സമ്പത്ത് ആർക്കാണ് ആഗ്രഹമില്ലാത്തത്, അല്ലേ? പക്ഷേ അതിന് നമ്മൾ റിലയൻസ് പോലെ ഒരു ഭീമനെ കൂട്ടുപിടിക്കണോ, അതോ ആരും അറിയാത്തൊരു ചെറിയ കമ്പനിയിൽ വിശ്വസിക്കണോ? നിങ്ങൾ നൽകിയ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളും വീഡിയോകളും ഒക്കെ ഞങ്ങൾ വിശദമായി തന്നെ നോക്കി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം, ഈ ചോദ്യത്തിനുള്ള ഉത്തരം അത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നൊരാശയത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. തുടക്കത്തിൽ പലർക്കും തോന്നുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ MRFന്റെ ഒരു ഷെയറിന് 1,00,000 രൂപയ്ക്ക് മുകളിലാണ് വില. അതെ. അപ്പോൾ സ്വാഭാവികമായും ചിന്തിക്കും അതൊരു ഭീമൻ കമ്പനിയായിരിക്കുന്നു. അതേസമയം ഒരു 100-200 രൂപ വിലയുള്ള ഷെയറുകൾ, അതൊക്കെ ചെറിയ കമ്പനികളുടേതുമായിരിക്കും. പക്ഷേ ഈ ധാരണ പൂർണ്ണമായും തെറ്റാണെന്നാണ് നിങ്ങളുടെ സോഴ്സുകൾ ആവർത്തിച്ചു പറയുന്നത്. ശരിയാണ്. ഒരു കമ്പനിയുടെ യഥാർത്ഥ വലിപ്പം അളക്കുന്നത് അതിന്റെ ഷെയർ വില വെച്ചല്ല. അല്ല, അവിടെയാണ് നമ്മൾ ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് എന്നതിനെപ്പറ്റി സംസാരിക്കേണ്ടത്. ഓക്കെ. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു കമ്പനിയെ ഇന്ന് മാർക്കറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് വിലയ്ക്ക് വാങ്ങാൻ എന്തു തുക മുടക്കേണ്ടി വരും? മുഴുവനായിട്ടും. അതെ, മുഴുവനായിട്ടും. അതാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. ഇതൊരു കണക്ക് മാത്രമല്ല. ഒരു കമ്പനിയുടെ സ്വഭാവം, അതിൻ്റെ വളർച്ചയുടെ ഘട്ടം, അത് ഏറ്റെടുക്കുന്ന റിസ്ക്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു താക്കോലാണ് സത്യത്തിൽ ഈ മാർക്കറ്റ് ക്യാപ്പ്. ഓക്കെ. ഇപ്പോൾ ഒരു കമ്പനിയുടെ വില എന്ന് പറയുന്നത് അതിന്റെ ഷെയർ വില മാത്രമല്ല. പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതിനൊരു വളരെ ലളിതമായ ഫോർമുലയുണ്ട്. കമ്പനിയുടെ ആകെ ഓഹരികളുടെ എണ്ണത്തെ ഒരു ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വിലയിൽ കൊണ്ട് ഗുണിച്ചാൽ മതി. സിമ്പിൾ. പക്ഷേ ആ ഫോർമുലയേക്കാൾ പ്രധാനം അതിന്റെ പിന്നിലൊരു ആശയം മനസ്സിലാക്കുന്നതാണ്. ശരി. ആ പഴങ്ങളുടെ ഉദാഹരണം, അത് വളരെ നല്ലതാണ്. അത് കൊള്ളാം. നിങ്ങളുടെ കയ്യിൽ 1000 രൂപയുണ്ടെന്ന് വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 100 രൂപ വിലയുള്ള 10 ആപ്പിൾ വാങ്ങാം. അല്ലെങ്കിൽ 10 രൂപ വിലയുള്ള 100 മുന്തിരി വാങ്ങാം. ഓക്കെ. രണ്ടിലും നിങ്ങൾ മുടക്കിയത് ഒരേ തുകയാണ്, 1000 രൂപ. ശരിയാണ്. ഒരെണ്ണത്തിന്റെ വില കുറവാണെന്ന് കരുതി മുന്തിരിയുടെ ആകെ മൂല്യം കുറയുന്നില്ലല്ലോ. ഇല്ല. അതുപോലെ ആപ്പിളിന് വില കൂടുതലുണ്ടെന്ന് കരുതി എന്റെ കയ്യിലുള്ള ആകെ പഴത്തിന്റെ മൂല്യം കൂടുന്നുമില്ല. അതുതന്നെ. അപ്പോൾ MRFന്റെ ഷെയറിന് വില കൂടുതലായിരിക്കാം, പക്ഷെ അവരുടെ ആകെ ഷെയറുകളുടെ എണ്ണം ഒരുപക്ഷെ കുറവായിരിക്കും. അതെ. അതേസമയം റിലയൻസിന്റെ ഷെയറിന് വില കുറവാണെങ്കിലും കോടിക്കണക്കിന് ഷെയറുകൾ വിപണിയിലുണ്ട്. അപ്പോ ആകെ മൂല്യം സ്വാഭാവികമായും റിലയൻസിനായിരിക്കും കൂടുതൽ. കൃത്യമായി. പക്ഷേ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് കൂടിയുണ്ട്. ഓ. നമ്മൾ സാധാരണ കാണുന്ന മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഫുൾ മാർക്കറ്റ് ക്യാപ്പാണ്. പക്ഷേ നിഫ്റ്റി 50, സെൻസെക്സ് പോലുള്ള സൂചികകളിലെ ഉണ്ട്, അവരൊക്കെ കണക്കാക്കുന്നത് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉപയോഗിച്ചാണ്. ഫ്രീ ഫ്ലോട്ട്? അതെന്താണ് പുതിയൊരു വാക്ക്? പറഞ്ഞുതരാം. ഒരു കമ്പനിയുടെ ആകെ ഷെയറുകളിൽ ഒരു വലിയ ഭാഗം അത് അതിന്റെ സ്ഥാപകരുടെ, അതായത് പ്രൊമോട്ടർമാരുടെ കയ്യിലായിരിക്കും. ശരി. ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിലാകും. ഈ ഷെയറുകൾ സാധാരണയായി ദിവസവും വിൽക്കാനും വാങ്ങാനും മാർക്കറ്റിലെത്താറില്ല. അതായത് അവ ലോക്കിൻ ആയിരിക്കും. അതെ. അപ്പോൾ ഇത് മാറ്റി നിർത്തിയിട്ട് സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള നിക്ഷേപകർക്ക് വാങ്ങാനും വിൽക്കാനും ലഭ്യമായ ഷെയറുകൾ, ഓക്കെ, അതിനെ മാത്രം കണക്കിലെടുത്ത് മാർക്കറ്റ് ക്യാപ്പ് കണക്കാക്കുന്നതിനെയാണ് ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റിന്റെ യഥാർത്ഥ ചലനം മനസ്സിലാക്കാൻ ഇത് കൂടുതൽ സഹായിക്കും. തീർച്ചയായും. കൊള്ളാം. അത് പുതിയൊരു അറിവാണ്. അപ്പോൾ ഈ മാർക്കറ്റ് ക്യാപ്പിന്റെ അടിസ്ഥാനത്തിൽ കമ്പനികളെ തരംതിരിക്കുന്നതിനെപ്പറ്റി നിങ്ങളുടെ സോഴ്സുകളിൽ പറയുന്നുണ്ടല്ലോ, ഒരു പിരമിഡ് പോലെ. എന്താണത്? അതെ. ACB, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, മാർക്കറ്റ് ക്യാപ്പിന്റെ അടിസ്ഥാനത്തിൽ കമ്പനികളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, പിന്നെ സ്മോൾ ക്യാപ്പ്. ഓക്കെ. പക്ഷേ ഇതിനെ വെറും വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ കാണരുത്. പിന്നെയോ? ഒരു കമ്പനിയുടെ ജീവിതഘട്ടം അഥവാ ലൈഫ് സ്റ്റേജ് ആയിട്ട് ഇതിനെ കാണുന്നതാണ് കൂടുതൽ ശരി. അതൊരു നല്ല കാഴ്ചപ്പാടാണ്. സ്മോൾ ക്യാപ്പ് ഒരു കുട്ടിയെ പോലെയാണ്. അതിവേഗം വളരാനും ചിലപ്പോ ഓടിച്ചാടി വീഴാനും സാധ്യതയുണ്ട്. മിഡ് ക്യാപ്പ് ഒരു കൗമാരക്കാരനെ പോലെ, നല്ല ഊർജ്ജസ്വലതയും വലിയ സ്വപ്നങ്ങളുമുണ്ട്, പക്ഷേ സ്ഥിരത വരാനിരിക്കുന്നതേയുള്ളൂ. ശരിയാണ്. ലാർജ് ക്യാപ്പ് ആകട്ടെ പക്വത വന്ന സ്ഥിരതയുള്ള ഒരു മുതിർന്ന വ്യക്തിയെ പോലെയാണ്. കൊള്ളാം. ആരതുമേ നന്നായിട്ടുണ്ട്. കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലായി. അപ്പൊ നമുക്ക് ആ പിരമിഡിന്റെ മുകളിലുള്ള ആ പക്വത വന്നവരെ ആദ്യം പരിചയപ്പെടാം. ലാർജ് ക്യാപ് കമ്പനികൾ. തീർച്ചയായും. നിങ്ങളുടെ ഒരു സോഴ്സിൽ ഇതിനെ ആനയോടാണ് ഉപമിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിശേഷണം?
മാർക്കറ്റ് ക്യാപ്പ് റാങ്കിങ്ങിൽ ഇന്ത്യയിലെ ആദ്യത്തെ 100 കമ്പനികളാണ് ലാർജ് ക്യാപ്പ്. ടോപ്പ് 100. അതെ. റിലയൻസ്, TCS, HDFC ബാങ്ക് ഇവരൊക്കെയാണ് ഈ ഗണത്തിൽ വരുന്നത്. ആനയെപ്പോലെ പതുക്കെ പക്ഷേ ഉറച്ച ചുവടുകളോടെ നീങ്ങുന്നവരാണിവർ. ഇതിന് പല കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണവ? ഒന്നാമതായി, ഇവർ അവരുടെ മേഖലയിലെ അതികായന്മാരായിരിക്കും. വർഷങ്ങളുടെ പ്രവർത്തന പരിചയം, ശക്തമായ ബ്രാൻഡ്, രാജ്യമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ്, ഇതൊക്കെ ഇവരുടെ ശക്തിയാണ്. ഓക്കെ. അതുകൊണ്ട് ഒരു സാമ്പത്തിക മാന്ദ്യം വന്നാൽ പോലും ഇവർ പെട്ടെന്ന് തകർന്നു പോകില്ല. അപ്പൊ സുരക്ഷിതത്വമാണ് പ്രധാനം. അതെ. പക്ഷേ സുരക്ഷിതത്വം മാത്രം മതിയോ? നിക്ഷേപകർക്ക് വളർച്ച വേണ്ടേ? അതൊരു നല്ല ചോദ്യമാണ്. ലാർജ് ക്യാപ്പുകളുടെ വളർച്ച സ്മോൾ ക്യാപ്പുകളെ അപേക്ഷിച്ച് കുറവായിരിക്കും. കാരണം അവരൊരു പരിധിവരെ വളർന്നു കഴിഞ്ഞു. റിലയൻസ് ഇവിടുന്ന് ഇരട്ടിയാകാൻ എടുക്കുന്ന സമയത്തേക്കാൾ ഒരുപാട് വേഗത്തിൽ ഒരു ചെറിയ കമ്പനിക്ക് ഇരട്ടിയാകാൻ കഴിഞ്ഞേക്കാം. ശരിയാണ്. പക്ഷേ ലാർജ് ക്യാപ്പുകൾ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നത് മറ്റൊരു രീതിയിലാണ്. അതെങ്ങനെയാണ്? സ്ഥിരമായ ലാഭവിഹിതം അഥവാ ഡിവിഡൻഡ് നൽകിക്കൊണ്ട്. അവരുടെ ബിസിനസ് ഇനിയും വളർത്താനായി മുഴുവൻ ലാഭവും വീണ്ടും നിക്ഷേപിക്കേണ്ട ആവശ്യം അവർക്കില്ല. അതുകൊണ്ട് ലാഭത്തിന്റെ ഒരു പങ്ക് അവർ ഷെയർ ഹോൾഡർമാർക്ക് വീതിച്ചു നൽകുന്നു. അപ്പോൾ അതൊരു സ്ഥിര വരുമാനം പോലെയാണ്. അതെ, ഒരു സ്ഥിര വരുമാനം പോലെ കണക്കാക്കാം. ഓക്കെ. അപ്പോൾ സ്ഥിരതയും ഡിവിഡൻഡുമാണ് ലാർജ് ക്യാപ്പിന്റെ ഒരു പ്രധാന ആകർഷണം. പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ ആനയും വീഴാമല്ലോ, അല്ലേ? ശരിയാണ്, തീർച്ചയായും. ലാർജ് ക്യാപ്പ് എന്നത് ഒരു ഓട്ടോമാറ്റിക് സേഫ്റ്റി ടിക്കറ്റ് ഒന്നുമല്ല. ഒരു കാലത്ത് ലാർജ് ക്യാപ്പ് ആയിരുന്ന യെസ് ബാങ്കിന്റെയും DHFLന്റെയും ഒക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഓർക്കുന്നു. അതുകൊണ്ട് ഏത് കമ്പനിയാണെങ്കിലും കൃത്യമായ പഠനം ആവശ്യമാണ്. പക്ഷെ പൊതുവെ പറഞ്ഞാൽ സ്മോൾ ക്യാപ്പുകളെ അപേക്ഷിച്ച് തകരാനുള്ള സാധ്യത വളരെ കുറവാണ്. ശരി. അപ്പോൾ സുരക്ഷിതമായി പതുക്കെ മുന്നോട്ട് പോകാൻ ലാർജ് ക്യാപ്പ് നല്ലതാണ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി വേഗത്തിൽ വളർച്ച വേണമെങ്കിലോ? അവിടെയാണോ മിഡ് ക്യാപ്പിന് പ്രസക്തി? ആ പിരമിഡിലെ കൗമാരക്കാരൻ. അതെ, അവിടെയാണ്. റാങ്കിങ്ങിൽ 101 മുതൽ 250 വരെ വരുന്ന കമ്പനികളാണ് മിഡ് ക്യാപ്പ്. ഓക്കെ. ഇന്നത്തെ പല ലാർജ് ക്യാപ്പ് കമ്പനികളും ഒരു കാലത്ത് മിഡ് ക്യാപ്പ് ആയിരുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ആവേശകരമായ ഒരു കാര്യം. അത് ശരിയാണ്. ഇവർ അടുത്ത ലാർജ് ക്യാപ്പ് ആകാൻ മത്സരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവരുടെ വളർച്ചാ സാധ്യത വളരെ കൂടുതലാണ്. അതായത് ലാർജ് ക്യാപ്പിന്റെ സ്ഥിരതയും സ്മോൾ ക്യാപ്പിന്റെ അതിവേഗ വളർച്ചയും തമ്മിലുള്ള ഒരു ബാലൻസ്. കൃത്യമായി. ഒരു സന്തുലിതാവസ്ഥയാണ് മിഡ് ക്യാപ്പുകൾ വാഗ്ദാനം ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു സോഴ്സിൽ റീകാറ്റഗറൈസേഷൻ എന്നൊരു വാക്ക് ഞാൻ കണ്ടു. ഈ മിഡ് ക്യാപ്പുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. 6 മാസം കൂടുമ്പോൾ SCB ഈ കമ്പനികളുടെ ലിസ്റ്റ് പുതുക്കും. ശരി. അപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു മിഡ് ക്യാപ്പ് കമ്പനി അത് ലാർജ് ക്യാപ്പ് ലിസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടാം. ഇത് സംഭവിക്കുമ്പോൾ ലാർജ് ക്യാപ്പ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഈ പുതിയ കമ്പനിയുടെ ഓഹരികൾ വാങ്ങേണ്ടതായി വരും. അപ്പൊ ഡിമാൻഡ് കൂടും. അതെ, ഇത് ആ ഓഹരിയുടെ ഡിമാൻഡ് കൂട്ടുകയും വില ഉയർത്തുകയും ചെയ്യും. അതുകൊണ്ട് ഭാവിയിൽ ലാർജ് ക്യാപ്പ് ആകാൻ സാധ്യതയുള്ള ഒരു മിഡ് ക്യാപ്പ് കമ്പനിയെ നേരത്തെ കണ്ടെത്തിയാൽ വലിയ നേട്ടമുണ്ടാക്കാം. അതെ, വലിയ നേട്ടമുണ്ടാക്കാൻ അത് സഹായിക്കും. കൊള്ളാം. ഒരു ഇൻസൈഡർ ടിപ്പ് പോലെ തോന്നുന്നുണ്ടല്ലോ. ഇനി പിരമിഡിന്റെ ഏറ്റവും താഴെയുള്ള ഏറ്റവും ആവേശവും അതേസമയം അപകടവും നിറഞ്ഞ ഭാഗത്തേക്ക് വരാം. സ്മോൾ ക്യാപ്പ്. സ്പീഡ് ബോട്ട് എന്നാണല്ലോ ഉപമ. അതെ, റാങ്കിങ്ങിൽ 251 താഴെയുള്ള ആയിരക്കണക്കിന് കമ്പനികൾ ഈ വിഭാഗത്തിൽ വരും. ഹൈ റിസ്ക് ഹൈ റിവാർഡ്. അതാണ് ഇവരുടെ മുദ്രാവാക്യം. ഒരു സ്പീഡ് ബോട്ട് പോലെ അതിവേഗം കുതിക്കാം. പക്ഷെ ഒരു ചെറിയ തിരമാല വന്നാൽ പോലും മറിയാം. അതെ. ഇതിന്റെ റിസ്ക് എന്തുകൊണ്ടാണെന്നൊന്ന് വിശദീകരിക്കാമോ? പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവരുടെ ബിസിനസ് പലപ്പോഴും 1-2 ഉൽപ്പന്നങ്ങളെയോ സേവനങ്ങളെയോ മാത്രം ആശ്രയിച്ചായിരിക്കും. ഓക്കെ. അതിലൊന്ന് പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ കമ്പനി തന്നെ തകരാം. രണ്ടാമത്തെ കാര്യമോ? 2, ഇവയെക്കുറിച്ച് പഠിക്കാനുള്ള വിവരങ്ങൾ വളരെ കുറവായിരിക്കും. വലിയ സാമ്പത്തിക വിദഗ്ധരോ സ്ഥാപനങ്ങളോ ഇവയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ടുകളൊന്നും തയ്യാറാക്കാറില്ല. ലെസ് അനലിസ്റ്റ് കവറേജ് എന്ന് പറയും, അല്ലേ? അതെ. അതുകൊണ്ട് ഊഹാപോഹങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. വിപണിയിൽ ഒരു ചെറിയ ഇടിവ് വന്നാൽ പോലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ സ്മോൾ ക്യാപ്പുകളെയായിരിക്കും. പക്ഷേ ഇത്രയും റിസ്ക് എടുക്കാൻ ആളുകൾ തയ്യാറാകുന്നതിന് ഒരു കാരണവുമുണ്ടാവുമല്ലോ. തീർച്ചയായും. അതാണ് മൾട്ടി ബാഗർ എന്ന സ്വപ്നം. മൾട്ടി ബാഗർ. 100 രൂപയുടെ ഷെയർ 1000 രൂപയും 10,000 രൂപയും ഒക്കെ ആകാൻ ഏറ്റവും സാധ്യത സ്മോൾ ക്യാപ്പുകൾക്കാണ്. ഒരു ഉദാഹരണം പറയാമോ? ഇൻഫോസിസ്
ഒരു കാലത്തൊരു സ്മോൾ ക്യാപ് കമ്പനി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ വിശ്വസിക്കുമോ എന്നറിയില്ല. ശരിയാണ്. അന്ന് അതിലൊരു 10,000 രൂപ നിക്ഷേപിച്ചവരുടെ ഇന്നത്തെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ. ഹോ, അതാണ് സ്മോൾ ക്യാപ്പിന്റെ മാജിക്. പക്ഷേ ഒരു കാര്യം ഓർക്കണം. എന്താണ്? ഒരു ഇൻഫോസിസ് ഉണ്ടാകുമ്പോൾ നൂറുകണക്കിന് സ്മോൾ ക്യാപ് കമ്പനികൾ വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നുമുണ്ട്. അത് വളരെ ശരിയാണ്. ഈ ലൈഫ് സ്റ്റേജ് എന്ന ആശയം കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ഈ കുട്ടി, കൗമാരക്കാരൻ, മുതിർന്നയാൾ ഇവരെ എങ്ങനെയാണ് എന്റെ ടീമിൽ ഉൾപ്പെടുത്തേണ്ടത്? ഞാൻ ഏതു വഴി തിരഞ്ഞെടുക്കണം? ഇതിന് ഒരു ഒറ്റ ഉത്തരമില്ല. ഉത്തരം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ, പിന്നെ നഷ്ടം സഹിക്കാനുള്ള കഴിവ്, അതായത് റിസ്ക് ആപ്പറ്റൈറ്റ് ഓക്കെ, എന്നിവയെ ആശ്രയിച്ചിരിക്കും ഇത്. നിങ്ങളുടെ സോഴ്സുകളിൽ പറയുന്ന ഒരു മാതൃകാ പോർട്ട്ഫോളിയോ ഇങ്ങനെയാണ്: 50% ലാർജ് ക്യാപ്, 30% മിഡ് ക്യാപ്, 20% സ്മോൾ ക്യാപ്. 50-30-20. അതെ, ഇതൊരു തുടക്കക്കാരന് നല്ലൊരു വഴികാട്ടിയാണ്. ഈ ശതമാനക്കണക്ക് അത് ഓരോരുത്തർക്കും എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? നല്ല ചോദ്യമാണ്. ഉദാഹരണത്തിന്, ഒരു 25 വയസ്സുള്ള ഒരാൾക്ക് റിസ്ക് എടുക്കാൻ കൂടുതൽ സമയവും അവസരവുമുണ്ട്. ഒരു നിക്ഷേപം നഷ്ടത്തിലായാൽ പോലും തിരികെ വരാൻ അവർക്ക് മുന്നിൽ വർഷങ്ങളുണ്ട്. ശരിയാണ്. അതുകൊണ്ട് അവർക്ക് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഒരുപക്ഷേ 40% ലാർജ് ക്യാപ്പ്, 30% മിഡ് ക്യാപ്പ്, 30% സ്മോൾ ക്യാപ്പ് എന്ന രീതി പരിഗണിക്കാം. എന്നാൽ പ്രായം കൂടുമ്പോഴോ? ഒരു 55 വയസ്സുള്ള ആള്, ഒരു 55 വയസ്സുള്ള റിട്ടയർമെന്റിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളുടെ ലക്ഷ്യം പണം വളർത്തുന്നതിനേക്കാൾ ഉള്ള പണം സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നതാണ്. അവർക്കൊരു 70-80% ലാർജ് ക്യാപ്പിലും ബാക്കി മിഡ് ക്യാപ്പിലും നിക്ഷേപിക്കുന്നതാണ് വിവേകം. അപ്പോൾ നമ്മുടെ നിക്ഷേപ പോർട്ട്ഫോളിയോയുടെ പ്രായം നമ്മുടെ പ്രായത്തിനനുസരിച്ച് മാറണം. ഇത് വളരെ പ്രായോഗികമായ ഒരു ഉപദേശമാണ്. അതെ. പിന്നെ ഈ പറയുന്ന മാർക്കറ്റ് ക്യാപ്പൊക്കെ എവിടെ പോയാണ് നോക്കേണ്ടത്? ഓരോ കമ്പനിയുടെയും ഷെയറുകളുടെ എണ്ണം കണ്ടുപിടിച്ച് ഗുണിച്ചു നോക്കേണ്ട ആവശ്യമുണ്ടോ? അയ്യോ, ഒരാവശ്യമില്ല. ഇന്നതെല്ലാം വിരൽത്തുമ്പിൽ ലഭ്യമാണ്. എവിടെ? നിങ്ങൾ ഉപയോഗിക്കുന്ന സെറോദ, ഗ്രോ പോലുള്ള ബ്രോക്കിംഗ് ആപ്പുകളിലോ അല്ലെങ്കിൽ മണി കൺട്രോൾ പോലുള്ള വെബ്സൈറ്റുകളിലോ ഏത് കമ്പനിയുടെ പേര് തെരഞ്ഞാലും അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് വ്യക്തമായി കൊടുത്തിട്ടുണ്ടാകും. സെബിയുടെ നിർവചനമനുസരിച്ച് ഏകദേശം 20,000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളവയെ ലാർജ് ക്യാപ്പായും, 5,000 കോടിക്കും 20,000 കോടിക്കും ഇടയിലുള്ളവയെ മിഡ് ക്യാപ്പായും, 5,000 കോടിയിൽ താഴെയുള്ളവയെ സ്മോൾ ക്യാപ്പായുമാണ് പൊതുവെ തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോ ഈ ഒരു ചർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട പ്രധാന പാഠമെന്താണ്? മാർക്കറ്റ് ക്യാപ്പിന്റെ ഫോർമുല പഠിക്കുന്നതിലല്ല കാര്യം, മറിച്ച് ഓരോ കാറ്റഗറിയും ഓരോ തരം അവസരവും അതിനൊപ്പം ഓരോ തരം റിസ്ക്കുമാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിലാണ്. ശരിയാണ്. നിങ്ങളുടെ എല്ലാ മുട്ടുകളും ഒരു കൊട്ടയിൽ വെക്കരുത് എന്ന് പറയുന്നത് പോലെ. അതെ. നിങ്ങളുടെ മുഴുവൻ പണവും സ്മോൾ ക്യാപ്പിൽ കൊണ്ട് നിക്ഷേപിക്കുന്നത് ഒരുതരം ലോട്ടറി എടുക്കുന്നതിന് തുല്യമാണ്. അതുപോലെ മുഴുവൻ പണവും ലാർജ് ക്യാപ്പിൽ വെച്ചാൽ ഒരുപക്ഷെ വലിയ വളർച്ച നിങ്ങൾക്ക് നഷ്ടമായെന്നും വരാം. ശരിയാണ്. ലാർജ് ക്യാപ്പിന്റെ സുരക്ഷിതത്വവും മിഡ് ക്യാപ്പിന്റെ വളർച്ചയും സ്മോൾ ക്യാപ്പിന്റെ ഉയർന്ന നേട്ടത്തിനുള്ള സാധ്യതയും ഇവയെല്ലാം കൃത്യമായ അനുപാതത്തിൽ ചേരുമ്പോഴാണ് ഒരു മികച്ച പോർട്ട്ഫോളിയോ ഉണ്ടാവുന്നത്. ഇതിനെയാണല്ലോ നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതെ, വൈവിധ്യവൽക്കരണം അഥവാ ഡൈവേഴ്സിഫിക്കേഷൻ. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് എന്നത് ഒരു കമ്പനിയുടെ വലിപ്പം മാത്രമല്ല, അതതിന്റെ കഥയാണ്, അതിന്റെ ജീവിതഘട്ടമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ കഥ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്ന് കണ്ടെത്തുന്നതാണ് ഒരു മികച്ച നിക്ഷേപകന്റെ ലക്ഷണം. വളരെ ശരിയാണ്. ഇതൊരു നിക്ഷേപയാത്രയിലെ വഴികാട്ടിയാണ്, ഒരു കോമ്പസ് പോലെ. ഒരു കോമ്പസ്. ഏതു ദിശയിലേക്ക് എത്ര വേഗത്തിൽ പോകണം എന്ന് തീരുമാനിക്കാൻ ഈ അറിവ് നിങ്ങളെ സഹായിക്കും. അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ ചിന്തിക്കാൻ ഒരു കാര്യം കൂടി. എന്താണത്? നമ്മൾ ഇന്ന് ചർച്ച ചെയ്തപ്പോൾ ലാർജ് ക്യാപ് കമ്പനികൾ ലാഭവിഹിതം അഥവാ ഡിവിഡൻഡ് നൽകുന്നതിനെപ്പറ്റി സൂചിപ്പിച്ചു. അതായത് ഒരു കമ്പനിയുടെ ഓഹരി വില ഉയരുമ്പോൾ മാത്രമല്ല നിക്ഷേപകർക്ക് പണം ലഭിക്കുന്നത്. നിങ്ങളൊരു കമ്പനിയുടെ ഓഹരി കയ്യിൽ വെക്കുന്നതിന് മാത്രം ആ കമ്പനി അവരുടെ ലാഭത്തിൽ നിന്ന് നിങ്ങൾക്കൊരു പങ്ക് തന്നാലോ? സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അങ്ങനെ ഒരു സ്ഥിര വരുമാനം സാധ്യമാണോ? അതൊരു നല്ല ചോദ്യമാണ്. ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് എന്ന ആശയത്തെക്കുറിച്ചാണ് ഈ ചോദ്യം. അടുത്ത തവണത്തേക്ക് നിങ്ങൾക്കിത് ആലോചിക്കാനായി വിട്ടുതരുന്നു.